PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. CPIക്കാർ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, പ്രശ്നമില്ല. നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയണ്ട. പത്രക്കാരും കൂടെ സജീവമായി നിൽക്കുക കുട്ടികളുടെ ഈ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി. സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല. എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെന്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്യാബിനറ്റിലെ കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ PM ശ്രീ. കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ വളരെ ഗൗരവമായി ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും അഭിപ്രായം, അല്ലേ? അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ളൊരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ്. ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക. അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെന്റിനും ഉണ്ട്. അങ്ങനെ NEP 2020 കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതേസമയം PM ശ്രീയിലെ CPIയുമായുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. CPIയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് മന്ത്രി പറയുന്നു. കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, എന്താണ് പ്രധാനമായും CPI ഈ പദ്ധതിയെ അതിനോട് യോജിക്കാത്ത സാഹചര്യം? മന്ത്രി പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം എന്തിന് തടയണം? എന്തോ വ്യക്തമാണ് മന്ത്രിയുടെയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും നിലപാട്. ഇതിൽ CPIയുടെ ഭിന്നത നിലനിർത്തി തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇടതുമുന്നണിയിൽ ഇതൊരു തർക്ക വിഷയമാണ് നിലവിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. എന്തായാലും മുമ്പ് മുന്നണി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ CPI അവരുടെ ഭിന്ന നിലപാട് ശക്തമായി ഉന്നയിച്ചതാണ്. CPMനും അന്നും അതേ നിലപാടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ CPIക്ക് വ്യത്യസ്ത നിലപാടുണ്ട് എന്ന കാര്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. CPI ഞങ്ങൾ കാര്യങ്ങൾ ബോധിപ്പിച്ചോളാം എന്നാണ് ഇക്കാര്യത്തിൽ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം. കാരണം സർവശിക്ഷാ അഭിയാൻ അടക്കമുള്ള കേന്ദ്ര സർക്കാരുമായി യോജിച്ച് മുന്നോട്ട് പോകുന്ന പല പദ്ധതികളിലും 1500 കോടിയിലധികം രൂപ പെൻഡിംഗ് ആണ് നിലവിൽ. ഇത് കേന്ദ്ര വിഹിതം കിട്ടണമെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇതിന് പുറമെ തന്നെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പല സ്കൂളുകൾക്കും വലിയ നേട്ടങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം അനുവദിക്കപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നതാണ് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് AASF പോലെയുള്ള സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ യുവജന വലിയ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണിക്കകത്തെ തർക്കവിഷയമായി ഇത് നിലനിർത്തുക തന്നെ ചെയ്യുകയാണ്. പക്ഷേ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഈ സഹിത്ത് ഇപ്പോൾ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പദ്ധതിയിൽ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് സംസ്ഥാന സർക്കാർ വരുമ്പോൾ ഇപ്പോൾ CPIയും അല്ലെങ്കിൽ AISFും ഒക്കെ ആശങ്കപ്പെടുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധികാരത്തിൽ വലിയ മാറ്റം അവിടെ കൊണ്ടുപോയി പണയം വെക്കുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയാണല്ലോ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത്തരമൊരു സാഹചര്യം എന്തെങ്കിലും അക്ഷരാർത്ഥത്തിലുണ്ടോ? ഇതിൽ സർക്കാർ നേരത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷം നേരത്തെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരെടുത്തിരുന്ന നിലപാട് ഇങ്ങനെയാണ്: സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കമാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു അവരുടെ തീരുമാനം. പ്രത്യേകിച്ച് ഈ PM ശ്രീ എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സ്കൂളുകൾ തന്നെ ഉണ്ടാവും. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ പാഠപുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങളിലൂടെയോ
പ്രകടമാവുന്ന സാഹചര്യവും ഉണ്ടാവും. അതിൽ നിന്ന് കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അത്തരം അജണ്ടകളൊന്നും നടപ്പിലാവില്ല എന്ന ഉറപ്പ് സർക്കാരിനുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത്തരം രാഷ്ട്രീയ അജണ്ടകൾ എന്തെങ്കിലും നടപ്പിലായാൽ പോലും അത് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അത് ബാധകമാവില്ല എന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. പക്ഷേ ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ആശങ്കയിൽ തന്നെയാണ്. നിലവിൽ ഫണ്ട് തടഞ്ഞിരിക്കുന്നു. ആ ഫണ്ട് ലഭ്യമാവണം എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ പദ്ധതിയെ അനുകൂലിക്കുന്നത്. ശരി സജിത്ത്, എന്നാലും അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഇടതുമുന്നണിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PM ശ്രീ പദ്ധതിയെപ്പറ്റി TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.